ഗീത, ഗീത, അയ്യോ പേടിക്കണ്ട, ഞാനാണ്. ഇതെങ്ങനെ ഇവിടെ? നമുക്ക് ഇവിടുന്ന് പോവാം. ഇയാൾ എന്നെ കൊല്ലും, എനിക്ക് പേടിയാ. ശബ്ദം ഉണ്ടാക്കരുത്. ഏട്ടൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നത് അത്ര എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. പൂജയ്ക്ക് ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പുറത്തടക്കും. ഇപ്പം ഞാൻ പോട്ടെ. ഞാൻ കന്യകയാണെങ്കിലല്ലേ അയാൾ വിചാരിച്ച കാര്യം നടക്കൂ. ഒരു തമ്പുരാനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. പുള്ളി എവിടെ പോയി? അവനങ്ങനെയാണ്, ബുക്കടച്ചാ പോവും. നല്ല ദിവ്യപ്രണയായിരുന്നല്ലേ? ബാക്കിയും കൂടി വായിക്കായിരുന്നു. അയ്യോ അമ്മമ്മ, അമ്മമ്മ എന്തു പറ്റി? ആരോ ജനലിന്റെ അപ്പുറത്തുകൂടെ ഓടി. കള്ളക്കിളവാ, രാത്രി ഒളിഞ്ഞോട്ടം പകൽ യോഗ അല്ലടോ. അമ്മാവൻ ഭാഗത്തിന് പുറത്തോട്ട് വരയ്ക്കാൻ പോയതാ. ഓഞ്ഞക്കിളവാ, താനെന്റെ അമ്മാവനായി പോയി. അല്ലെങ്കിൽ പിടിച്ചാൽ പോലീസിൽ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ കാല പറഞ്ഞാൽ നിലത്തടിച്ചാനെ. ബാക്കിയുള്ളവരും കൂടി നാട്ടിക്കാനായിട്ട്. മനു മോനെ നാറ്റിക്കല്ലടാ, നീ പറഞ്ഞ എന്ത് തെമ്മാടി കൂട്ടി. താനൊരു മണ്ടും പറയണ്ട. നേരം വെളുക്കുന്നതിന് മുൻപ് സ്ഥലം വിട്ടോണം. അമ്മാവൻ രാവിലെ വജ്രാസനം കഴിഞ്ഞിട്ട് പോയാൽ വജ്രാസനം തന്റെ കുറച്ച് ഡ്രസ്സാണ്. എല്ലാം ഇല്ലേന്ന് നോക്കിക്കൊള്ളു കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി അല്ലല്ലോ. 2 ദിവസം കഴിഞ്ഞാൽ ഗോൾഡൊക്കെ എടുക്കണം. നമുക്ക് ഒരുമിച്ച് പോവാം. അതെന്തൊരു സന്തോഷമില്ലാത്ത. ഒന്ന് ചിരിക്കടോ, മുഖത്തൊരു പ്രസാദമില്ല. ഈ താല്പര്യക്കുറവൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറുന്നേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ട കേട്ടിട്ടായിരിക്കും മോൾക്ക് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ്. അടുത്തറിയുന്നവരാരും കുറ്റം പറയില്ലേ. അല്ലാത്തവന്മാരൊക്കെ പലതും പറയും. ഞാൻ കള്ളാണ്, കഞ്ചാവാണ്, പെണ്ണുപിടിയാണെന്നൊക്കെ. അതൊക്കെ സഹിക്കാം. ഞാൻ അശ്ലീല സിനിമകൾ കാണുന്ന ആളാണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ഷോ തൊലി ഉരിഞ്ഞു പോവും.